ഓ പോലോ. എവിടേക്കാ? ചെറുവത്തൂര്. നിങ്ങള് ആ പോക്സോ കേസിലെ ചന്ദ്രേട്ടനല്ലേ നിങ്ങള്? അതേ മോനെ. അത് നിങ്ങളേ വേറെ വണ്ടി ആയിക്കോളൂ, ഈ വണ്ടി പോകണില്ല. നിങ്ങൾക്കൊക്കെ എന്നെ നല്ല വെറുപ്പല്ലേ. നിനക്കെൻ്റെ സത്യാവസ്ഥ അറിയോ? നീയെങ്കിലും ഒന്നും അറിയണം. നിങ്ങൾ വേറെ വണ്ടി ആയിക്കോളൂ, കുറേ നേരമായില്ല പറയുന്നു. നീ അറിയണം, 10-20 വർഷമേ ആ സ്കൂളിലെ സെക്യൂരിറ്റി ആയിരുന്നു ഞാൻ. അവിടുത്തെ ഓരോ പെൺകുട്ടികളും എൻ്റെ സ്വന്തം മക്കളെ പോലെയാണ്. അതെനിക്ക് മനസ്സിലായി. പതിവ് പോലെ ഞാൻ ക്ലാസ് മുറി കൂട്ടാൻ പോയപ്പോൾ അവിടെ എനിക്കറിയുന്നൊരു പെൺകുട്ടിയും ഒരു പയ്യനും അരുതാത്തൊരു കാഴ്ച ഞാൻ കണ്ടു. ഞാൻ അവരോടെ, നിങ്ങൾ ചെറിയ മക്കളല്ലേ, അരുതാത്തൊന്നും ചെയ്തതെന്ന് പറഞ്ഞ് ഞാൻ അവർ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എനിക്കൊരു കാര്യം അറിയാം, ആ കുട്ടികളുടെ അച്ഛനമ്മയും എനിക്കറിയുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞില്ല. പക്ഷേ പിറ്റേ ദിവസം ഞാൻ നേരം വെളുത്തപ്പോൾ ഞാൻ പോസ്കോ കേസിൽ പ്രതിയാണ്. അതെങ്ങനെ നിങ്ങൾ പ്രതിയാവും? ഞാൻ പ്രതിയായി. അതാണ് മോനെ നിയമം. പെണ്ണുങ്ങളോ കുട്ടികളോ മൊഴി നൽകിയ നമ്മൾ കുറ്റക്കാരാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളെ ജയിലിൽ വിട്ടാൽ? തെളിവെടുപ്പിന് എൻ്റെ ഫോട്ടോ കാണിച്ചപ്പോൾ അപ്പോഴാണ് നമുക്ക് തെറ്റ് മനസ്സിലായത്. സോറി കേട്ടോ, ഞാൻ കൊണ്ടുവിടാൻ ജയിലിൽ. വേണ്ട പോലെ, നീയെങ്കിലും എന്നെ മനസ്സിലാക്കിയില്ലേ? ഞാൻ നടന്നുപോയി. കോടതി കുറ്റക്കാരനാണെന്ന് പറയുന്നവർക്ക് ഒരാൾ കുറ്റക്കാരനാണ്. പക്ഷേ പറയണ്ടായിരുന്നു. നിയമം നല്ലതാണ്. ആ നിയമത്തെ ദുരുപയോഗം ചെയ്യരുത്. തെറ്റ് ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടാൻ പാടില്ല.